ഇന്ന് നമുക്ക് സാരിയുടെ കുഞ്ചലം കെട്ടണത് എങ്ങനെയാണെന്ന് നോക്കാം. സാരിമേലത്തെ തന്നെ തുണി ഉപയോഗിച്ചിട്ട് കുഞ്ചലം കെട്ടുന്നതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ അതിനായിട്ട് സാരിയുടെ ഏത് സാരിയുടെ ആയാലും രണ്ട് സൈഡ് നല്ല കട്ടിയുള്ള ഭാഗമായിരിക്കും. അപ്പൊ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ഈ കരയുടെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നൂല് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഓരോരോ നൂല് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് എത്രയാണോ കുഞ്ചലത്തിന്റെ നീളം വേണ്ടത് അത്രയും വരെ നമ്മള് നൂല് ഇതുപോലെ കളയണം. നമുക്കിവിടെ സാരിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഇതുപോലെ നൂല് വലിച്ചെടുക്കുമ്പോൾ ഇടയിൽ വന്നിട്ട് നൂല് കെട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു എളുപ്പത്തില് നൂല് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാരിയുടെ മൊത്തം നീളത്തിന്റെ ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഇതിൽ കണ്ട പോലെ ഒരു കുറച്ച് 10 ഇഞ്ച് നീക്കിയിട്ട് വീണ്ടും ഒരു 4 ഇഞ്ച് ഗ്യാപ്പില് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് നൂല് വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. നല്ല നീളത്തിലാവുമ്പോ നൂല് കെട്ടുപിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതാവുമ്പോ പെട്ടെന്ന് നമുക്ക് നൂല് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ മൊത്തം നൂല് ഇതുപോലെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കെട്ടണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇപ്പൊ സാരി കെട്ടുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് സാരിയുടെ തലഭാഗത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇത് ഇപ്പൊ ഞാൻ കുറച്ച് ബുക്സ് ആണ് വെച്ചേക്കണത്. ഇങ്ങനെ കട്ടിയിൽ വെച്ച് കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് നൂല് കെട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട്. കൈ എപ്പോഴും വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുറച്ചീശെ നൂലെടുത്തിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പൊ നൂല് ഇങ്ങനെ പിരിച്ചു കൊണ്ടിടണത് നൂല് എല്ലാതും ഒരേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ച് വെള്ളം കൂടി കയ്യിലാക്കി കഴിഞ്ഞാൽ ആ നൂല് കറക്റ്റായിട്ട് ഒരു നൂല് പോലും പുറത്തേക്ക് പോകാണ്ട് നല്ല ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൊണ്ട് ഒന്ന് കൈ നനച്ച് കൊടുക്കണത്. അപ്പൊ ഇതുപോലെ ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് ആ നൂല് മൊത്തം കെട്ടിയെടുക്കുക. ഇങ്ങനെ നമുക്ക് അറ്റം വരെ കെട്ടിയെടുക്കാം. അപ്പൊ എപ്പോഴും വെള്ളം കൊണ്ട് കൈയൊന്ന് നനച്ചതിന് ശേഷം വേണം ഈ നൂല് കെട്ടിയെടുക്കാൻ. അപ്പൊ എല്ലാ കെട്ടും ഒരേ ഗ്യാപ്പ് വിട്ടിട്ട് വേണം വരണമെങ്കിൽ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന് കയറിയിട്ട് ഒന്ന് ഇറങ്ങിയിട്ടും വരരുത്. കറക്റ്റ് ഗ്യാപ്പിലായിരിക്കണം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഓരോ കെട്ടും വന്നേക്കണത് മുകളിൽ നിന്ന്. അതുപോലെ എല്ലാ കെട്ടുകളും ഒരേ രീതിയിൽ വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഇത് ഞാൻ മുഴുവൻ കെട്ടിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാനിവിടെ മുഴുവനും കെട്ടിയിട്ടുണ്ട്. ചിലവര് ഇത്രയും മാത്രം കെട്ടിയിട്ട് അവസാനിപ്പിക്കും. ഇത് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി കെട്ടിയിട്ട് കൊടുക്കാം. 2 സ്റ്റെപ്പും കൂടി കെട്ടണത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ ഫുള്ളായിട്ട് എടുക്കണു. അടുത്ത കെട്ടിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് നമ്മൾ കെട്ടിയെടുക്കണത്. കാരണം ഓരോ സ്റ്റെപ്പിലും ഇനി ഫസ്റ്റത്തെ നൂല് മാത്രം ഫുള്ള് നമ്മൾ എടുക്കും. ബാക്കിയുള്ളതിൽ നിന്നൊക്കെ പകുതി എടുത്തതിന് ശേഷമാണ് നമ്മൾ കെട്ടിയിട്ട് ഇടുന്നത്. അപ്പോഴാണ് ആ ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ കൈ നനച്ച് കൊടുത്താൽ നൂല് സെപ്പറേറ്റ് ആയിട്ട് പോവില്ല, ഒക്കെ ഒരുമിച്ച് വരും. കെട്ട് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈയൊന്ന് നനച്ച് കൊടുക്കണത്. അപ്പൊ ഇതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പും ഇങ്ങനെ പകുതി നൂലെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര സ്റ്റെപ്പ് വേണം, ഏത് ഡിസൈൻ വേണം എന്നൊക്കെ നമുക്ക് സ്വയം തീരുമാനിക്കാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ ഒരു 2 സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഓരോ കെട്ടും കൂടി ഇട്ടിട്ട് ആ കുഞ്ചലം അവസാനിപ്പിക്കുകയാണ് ചെയ്യണത്. ഈ സ്റ്റെപ്പ് മുഴുവൻ കെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് കെട്ടിടാം. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ കട്ടിയുള്ള കാരണം അത് ഒഴിവാക്കി വിടണു. അടുത്തത് തൊട്ട് നമുക്ക് കെട്ടിട്ടാ മതി. അടുത്ത 2 ത്രെഡും കൂടിയിട്ട് കൂട്ടിക്കെട്ടാണ് ചെയ്യണത്. നിങ്ങക്ക് കണ്ടാ അറിയാം, 2 എണ്ണം കൂടിയിട്ട് കൂട്ടിക്കെട്ടണു. കണ്ടോ, ഇനി അടുത്ത 2 എണ്ണം ഒപ്പം വെച്ചിട്ട് കൂട്ടിക്കെട്ടണു. ഇതുപോലെ ഇത് സെപ്പറേറ്റ് കെട്ടി പോവുക. ഇത് മൊത്തം ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. കാരണം നമുക്ക് 1 ലെയറിൽ ഇടായാലും
അല്ലെങ്കിൽ ഞൊറി എടുത്തിട്ട് ഇടുകയിലും ഇത് നല്ല ഭംഗിയിൽ കിടക്കും. പിന്നെ ഇതിൽ തന്നെ മുത്തുകൾ വെച്ചിട്ട് ഗോൾഡൻ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ കെട്ടും. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.